ഇന്ന് നമുക്ക് കിച്ചണിൽ പിണ്ടി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാന്ന് നോക്കാം. പിണ്ടി ജ്യൂസ് അല്ല, ഞാൻ 3 തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നോർമലായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സൈസ് ഷുഗർ ചേർത്തിട്ടുള്ളത്, ഷുഗർ പുതിനയിലയും ചേർത്തിട്ട്, ഇത് ചെറുളേര ഇല ചേർത്തിട്ടുള്ള ജ്യൂസ്, അതാണ് ഗ്രീൻ കളറ്. പിന്നെ ഇത് നമ്മുടെ കിഡ്നി സ്റ്റോണിനൊക്കെ നല്ല ബെസ്റ്റാണ് ചെറുളേര ഇല ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് മാങ്ങയും കാന്താരി മുളകും ഉപ്പും ചേർത്തിട്ടുള്ള ജ്യൂസ്. ഈ പിണ്ടി നമുക്ക് വളരെയധികം ഗുണമുള്ളൊരു ജ്യൂസാണ്. ഇത് എങ്ങനെയെങ്കിലും നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ അത്രയും ഗുണം കിട്ടും. ആമാശയ സംബന്ധമായ വയറ് സംബന്ധം അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഈ പിണ്ടി ജ്യൂസ് നല്ലതാണ്. പിന്നെ BP കുറയാനും പിന്നെ ശരീരത്തിൽ രക്തോട്ടം കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ കിഡ്നി സ്റ്റോണ്, യൂറിനറി ഇൻഫെക്ഷൻ എല്ലാതും നമ്മുടെ മാറി നല്ല ക്ലിയർ ബോഡിയാവും ഈ പിണ്ടി ജ്യൂസ് കഴിക്കുന്നത് മൂലം. പിണ്ടി ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. പിണ്ടി ജ്യൂസ് നമുക്ക് 2-3 തരത്തിൽ തയ്യാറാക്കാം. പിണ്ടിയുടെ ജ്യൂസാണ് ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ്. നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. കിഡ്നി സ്റ്റോണ്, മൂത്രാശയത്തിൽ കല്ല്, എല്ലാത്തിലും ഇത് നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണം കിട്ടും. വാഴ വെട്ടിക്കഴിഞ്ഞാൽ ഇതിലെ ഉണ്ണിപ്പിണ്ടി നമ്മൾ തോരൻ വയ്ക്കാനും പിന്നെ ജ്യൂസ് കഴിക്കാനും ഉപ്പിലിടാനും ഒക്കെ പറ്റും. നല്ലോണം ഫൈബേഴ്സ് ഉണ്ട്. ഇനി നമ്മളിത് അരിയണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതൊരു പിണ്ടി ജസ്റ്റ് ഒരു കോട്ടിങ് കവറും കൂടി ആയിട്ടാണ് ഇത് നമ്മൾ പിണ്ടി എടുക്കുക. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ ഒരു ആഴ്ചയോളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഇരുന്നോളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇതിങ്ങനെ കളയണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ട്, ഇങ്ങനെ പോളയൊന്ന്, ഇതിന് വാഴയുടെ പോളാന്ന് പറയും. ഇത് പിണ്ടി വാടാണ്ടിരിക്കാൻ വേണ്ടി ഇതും കൂട്ടിയിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പിണ്ടി കാണും. പിണ്ടിന് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇനി നമുക്ക് മുറിച്ചു തുടങ്ങാം. ഇത് മുറിക്കുമ്പോൾ മുറിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈബേഴ്സ് ചുറ്റുണ്ടാവും, നമ്മൾ കൈയോടെ തന്നെ ചുറ്റിയെടുക്കണം. വാടുന്തോറും ഇങ്ങനെ ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ ഞാരുകൾ ഇങ്ങനെ കാണും. ഇങ്ങനെ എടുത്ത് ഫൈബേഴ്സിന് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചിറ്റിയെടുക്കണം. ഇതിലിപ്പോൾ അധികം കാണാൻ ഇന്ന് വെട്ടി വാഴയായി കാരണം വലിയ പ്രശ്നമില്ല. ഇത് എന്നിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുക്കണം. അങ്ങനെയാണ് ഈ വാഴപ്പിണ്ടി ചെയ്യാം. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണൊക്കെ മാറാൻ വേണ്ടി ഈ വാഴപ്പിണ്ടിയുടെ കൂടെ തന്നെ നമ്മൾ ചെറുള എന്ന് പറഞ്ഞുള്ളൊരു ചെടി, ഇത് നമ്മുടെ കോമൺ ആയിട്ട് ലോക്കലായിട്ട് കാണുന്നതാണ്. സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ പുല്ല് പോലെ ഉണ്ടാവുന്നതാണ്. ഇതാണ് ചെറുള. നല്ലോണം കഴുകി വൃത്തിയാക്കിയത്. ഇതിൻ്റെ ഇലയും കൂടി എടുക്കണം. ഇതിൻ്റെ ഇല കൂടി എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വാഴപ്പിണ്ടിയും ഇതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണിനൊക്കെ നല്ലൊരു മരുന്നാണ്. ഇല എടുക്കുക. നല്ലോണം കഴുകി ഉണ്ടാവണം. ഇത് പുല്ല് പോലെ ഇങ്ങനെ മുളയ്ക്കണതാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതിൻ്റെ ഇല എടുക്കാനായിട്ട്. ചെറുള എന്നാണ് പറയുക. ചെറുളയുടെ ഇല നമ്മൾ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വളരെ നല്ലതാണ്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ കുറച്ച് ഇല എടുത്തിട്ട്, കേടുള്ള ഇലയൊന്നും എടുക്കണ്ട, നല്ല ഇലകൾ മാത്രം നോക്കിയെടുക്കുക. ഇനി നമുക്ക് പിണ്ടി ചെറുതാക്കി നുറുക്കിയതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ജ്യൂസറിലിട്ട് അടിച്ച എളുപ്പമല്ല, അത് നല്ലോണം അരച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കണം. നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെറുള ചേർക്കാം. ചെറുളയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ചെറുതല്ല നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചത്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് രണ്ടും കൂടി അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ജ്യൂസ് കിട്ടും. എന്നിട്ട് വേണം അതിൽ തയ്യാറാക്കാൻ. നമുക്ക് ഇതിങ്ങനെ അരിച്ചെടുക്കാം. ചെറുളേര ഇലയും കൂടി ഉള്ള കാരണമാണ് ഇതിന് ഗ്രീൻ കളറായി, അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുക. ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ.
ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ടതാണ്, അത് കാരണം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ എല്ലാ ജ്യൂസും കിട്ടും. പിണ്ടി തന്നെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത് ഉപ്പിട്ടിട്ട് കഴിച്ചാൽ നല്ലതായി. ഫൈബേഴ്സ് അരിക്കാണ്ടൊക്കെ ദേഹത്ത് ചെല്ലേണ്ടത് നല്ലതാണ്. ഇനി നമുക്കൊരു ജാർ എടുത്തിട്ട് ഇഞ്ചിയും ജീരകവും ഒക്കെ ചേർക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് നല്ലത് കിട്ടാനായിട്ടാണ്. അതും കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജാർ എടുത്തത്. പിന്നെ ഒരു 2 സ്പൂൺ വേണ്ട, ഒരു നുള്ള് ജീരകം, കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമുള്ളൊരു ഉപ്പ്, കുറച്ച് വെള്ളം ചേർക്കാം ഈ ഇഞ്ചിയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർക്കുക, ജീരകം ഒന്ന് അടിയാത്ത പോലെ തോന്നിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വടിച്ചിട്ടിട്ട് ഇനി നമുക്ക് ഇത് അരിച്ചിട്ട് ഈ നമ്മൾ നേരത്തെ കരുതി വെച്ച ജ്യൂസിക്ക് ചേർക്കാം. ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതിന് കുരുവൊക്കെ മാറ്റി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്തുള്ളത്. അപ്പം നമ്മുടെ പിണ്ടി ചെറുള ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇത് കിഡ്നി സ്റ്റോണിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ദിവസവും കാലത്തേറ്റ് വെറും വയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏത് ജ്യൂസ് കഴിക്കുമ്പോഴും ഏത് മരുന്ന് വെച്ചുള്ള ജ്യൂസ് കഴിച്ചാലും നമ്മളൊരു 7 ദിവസം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അത് നിർത്തണം, എത്ര നല്ല മരുന്നായാലും. പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് കണ്ടിന്യൂ ആയിട്ട് കഴിക്കാൻ പാടില്ല. നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്, വാഴപ്പിണ്ടി ചെറുള ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പ്രഷറുള്ളവർ ചേർക്കണമെന്നില്ല. നമുക്ക് കുടിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും ഉപ്പൊക്കെ ചേർത്തത്. നമുക്ക് മാറ്റാം. ഇത് വെറും വയറ്റിൽ കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്വീറ്റായിട്ടൊരു പിണ്ടി ജ്യൂസ് നോക്കാം. അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നല്ല കൂൾ ഡ്രിങ്ക് പോലെ കുടിക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ജ്യൂസാണ്. അതിന് വേണ്ടി നമ്മൾ പിണ്ടി എടുത്ത് ചെറുതായിട്ട് നുറുക്കണം. നല്ല വട്ടത്തിൽ നുറിച്ച് അതിൻ്റെ ഫൈബേഴ്സൊക്കെ മാറ്റണം. നേരത്തെ പോലെ തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് മാറ്റി കളയണം കേട്ടോ. ഇതിനിപ്പോൾ ഫ്രഷായ കാരണം അധികം ഇല്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് മിൻറ്റ് ലീഫും 2 മിൻറ്റ് ലീഫ്, പിന്നെ ഏലക്കായയുടെ പൊടി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഷുഗർ. ഇത് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം, നല്ലത് അറിയണുള്ളൂ. നല്ല സ്റ്റഫായിട്ട് നിൽക്കുക. നല്ലോണം പിണ്ടി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് അരിച്ചെടുക്കാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട് പിണ്ടി. ഇതിങ്ങനെ പിഴിഞ്ഞ് കയ്യിലോണ്ട് തന്നെ നമുക്കിങ്ങനെ പിഴിയാം. നല്ലോണം അരിഞ്ഞിട്ട് ജസ്റ്റ് ഇത് ഡയറക്റ്റായിട്ട് അരിക്കാണ്ട് കഴിക്കും ചെയ്യാം. അത് അതിൻ്റെ ഫൈബേഴ്സൊക്കെ നമ്മുടെ ദേഹത്ത് എത്തുന്നുള്ളൂ. അങ്ങനെയും കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. അരച്ച് നല്ലോണം എടുത്ത് കഴിക്കുന്നതാണ് ഗുണം കിട്ടുക ഏറ്റവും അധികം. ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
പുതിനയുടെ ഇല, പിന്നെ ഏലക്കായയുടെ പൊടി ഒരു നുള്ള്, പിന്നെ ഷുഗർ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ മതിയാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ പേഷ്യൻസിന് ഇത്ര നല്ലതല്ല, ഇത് കുട്ടികളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പിണ്ടിയുടെ ജ്യൂസ്, ചെറുനാരങ്ങയുടെ നീര് 1 സ്പൂൺ, നല്ലോണം വലിയൊരു ടേബിൾ സ്പൂൺ ചേർക്കണം. പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. നല്ലോണം അരച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം അടിച്ചാൽ മതി. നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്, ഹെൽത്തി ഡ്രിങ്കാണ്. നമുക്കൊരു പാത്രത്തിൽ അരിച്ചെടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പിണ്ടി ജ്യൂസാണത്. നമുക്കിനി മൂന്നാമതായിട്ട് ഒരു തരം ജ്യൂസും കൂടി എടുക്കാം. നേരത്തെ ഉണ്ടാക്കിയ ജ്യൂസ് ഷുഗർ ചേർത്ത കാരണം ഹെൽത്തി ആയിട്ട് ഷുഗർ പേഷ്യൻസിനൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ജ്യൂസിൽ നമുക്ക് ഹെൽത്തി ജ്യൂസ് എന്ന് തന്നെ പറയാം. ഷുഗർ ചേർത്തിട്ടില്ല. ഷുഗർ പേഷ്യൻസിന് ബെസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മളൊരു പിണ്ടിയുടെ കഷ്ണം എടുത്തു. ചെറിയൊരു കഷ്ണം മതി. അത് നമ്മൾ നേരത്തെ പോലെ തന്നെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മളൊരു മാങ്ങ, ഷുഗർ പേഷ്യൻസിനൊക്കെ മാങ്ങ വളരെ നല്ല ഗുണം ചെയ്യേണ്ടതാണ്. ഈ ഒരു മാങ്ങ പകുതി എടുത്തോളം എടുക്കാം. പകുതി ചെറുതാക്കി മാങ്ങ, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കണം. പിന്നെ പച്ചമുളക് വീട്ടിലുണ്ടായത് തന്നെ നല്ല എരിവുള്ളതാണ്. എരിവില്ലെങ്കിൽ 2 എണ്ണം ചേർക്കരുത്, നല്ല എരിവുള്ള കാരണം 1 ചേർത്താൽ മതി. പിന്നെ ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, ഏലക്കായയുടെ പൊടി. ആദ്യം നമുക്ക് ഇതൊക്കെ കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലോണം. പിണ്ടി ഒന്ന് ചെറുതാക്കിയത്, അല്ലെങ്കിൽ അരയില്ല. അതൊരു ജാറിൽ തുറന്ന് ജാറിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഈ മാങ്ങയും കൂടി നമുക്ക് ചേർക്കാം. നല്ല കട്ടിയുള്ള കാരണം അരയാത്തിരി പാടോ, പിണ്ടിയുടെ കൂടി തന്നെ നമുക്ക് ചേർക്കാം. പച്ചമുളകും ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർക്കാം. അതല്ലെങ്കിൽ നമുക്കിത് നിറഞ്ഞിരിക്കണ കാരണം 2 ട്രിപ്പായിട്ട് ചെയ്യാം. നല്ലത് കുറച്ച് മാറ്റിയിട്ടിട്ട് 2 ട്രിപ്പായിട്ട് ചെയ്യാം. സൂട്ടായി. ഇനി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും മാങ്ങയൊക്കെ കൂടിയുള്ളത്. അതിൻ്റെ ജ്യൂസ് എടുക്കാം. അടുത്ത ബാച്ച് ഇട്ടിട്ട് അടിക്കാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട്
കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റിയെടുക്കാം. മിക്സിയുടെ ജാറിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കുലുക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ചെറുനാരങ്ങ നീരും ഏലക്കായയുടെ പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. നമുക്ക് വലിയൊരു ജാർ എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി ഒരു വലിയൊരു ജാർ എടുത്ത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ജ്യൂസും പിന്നെ ഏലക്കായയുടെ പൊടി ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനാണ്. പിന്നെ ചെറുനാരങ്ങയുടെ ജ്യൂസ് 2 സ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി. ഇതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് കറക്കിയെടുക്കുക. ഷുഗർ പേഷ്യന് സ്പെഷ്യലായിട്ടുള്ളതാണ്. മാങ്ങയും നല്ലതാണ്, പിണ്ടിയും നല്ലതാണ്. അപ്പം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ചെറിയൊരു എരിവും ഒരു പുളിയൊക്കെ കൂടിയുള്ള നല്ലൊരു ജ്യൂസാണത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.